ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. ആ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ബിഗ് ബോസ് എല്ലാവർക്കും ഇട്ട് ഒരു പണി കൊടുക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ PR വർക്കേഴ്സ് മുഖേന ഇവിടെ നിൽക്കുന്ന ഒരാളും PR ഇല്ലാത്ത ഒരാളെയും പറയുക എന്നതായിരുന്നു ടാസ്ക്. കൂടുതൽ പേരും അനുമോളെ പറഞ്ഞു. അതുപോലെ നിവിൻ അവിടെ PR വർക്കേഴ്സ് ഇല്ല എന്ന് കൂടുതൽ പേര് പറഞ്ഞു. എന്നാൽ നിവിന് PR വർക്കേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വെളിയിലുള്ള നമുക്കറിയാം. അതെല്ലാം ഓക്കെ, എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ ബിന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. ബിന്നിയോട് പേഴ്സണലായിട്ട് ഈ പറയുന്ന അനുമോള് പറഞ്ഞിരുന്നു 16 ലക്ഷത്തോളം രൂപ ഇതിനു വേണ്ടി മുടക്കിയിട്ടുണ്ടെന്ന്. ഞാൻ വിശ്വസിക്കത്തില്ല. അനുമോള് അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് അനുമോളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒക്കെയാണ് പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ജീവിതം നമുക്കറിയാം. പക്ഷേ 16 ലക്ഷം രൂപ കൊടുത്ത് ഒരിക്കലും അത്രയും പൈസ കൊടുത്തൊരു മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും 16 ലക്ഷം രൂപ ഒന്നും കൊടുത്ത ഒരാളൊന്നും ഒരു PR കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത്രയും ഞാൻ അവിടെ പോയിട്ട് വിൻ ചെയ്യും എന്ന് അത്രയും മനക്കരുത്തുള്ള അല്ലെങ്കിൽ അത്രയും നേരത്തെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, ഞാൻ അവിടെ പോയാൽ കളിക്കും, അപ്പം കുറച്ച് PR വർക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കും എന്ന് വിചാരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഓക്കെ. പക്ഷെ നമുക്കറിയാം, ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നത് മുതൽ അനുമോളാണെങ്കിൽ കുറച്ച് ദിവസം നിൽക്കണം എന്നേ വന്നിട്ടുള്ളൂ. കപ്പടിച്ചുകൊണ്ട് പോകണം എന്നുള്ളൊരു ഇതൊന്നും അനുമോൾക്കില്ല. അനുമോൾക്ക് ഇറങ്ങുമ്പോൾ നെഗറ്റീവ് അല്ലാതെ ഇറങ്ങണം, അല്ലാതെ അവിടുന്ന് കപ്പ കൊണ്ടുപോകണമെന്നൊന്നും അനുമോൾക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെ ഈ 16 ലക്ഷം രൂപയുടെ കഥ, ഒരിക്കലും അനുമോള് ഒരു 16 ലക്ഷം രൂപയുടെ കഥ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ ലൈവിൽ എന്തായാലും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. മൈക്ക് മാറ്റിയിട്ട് പറഞ്ഞെന്നാ പറയുന്നത്. മൈക്ക് മാറ്റിയതിന് ശേഷം പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് അവിടെ മൈക്ക് ധരിക്കൂ എന്ന് പറയും. മൈക്ക് ധരിച്ചതിന് ശേഷം സംസാരിക്കൂ എന്ന് പറയും. ഉറപ്പായിട്ടും PR വർക്കേഴ്സിനെ ബിഗ് ബോസ് എടുത്ത് കാണിക്കുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ അവരുടെ അഡ്വർടൈസ്മെന്റിൽ തന്നെ ഉണ്ട്, ലാലേട്ടൻ വന്ന് പറയുന്നുണ്ട് PR വർക്കേഴ്സിന്റെ ഇതിൽ നിങ്ങൾ വീഴാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും ആദ്യം വന്ന സമയങ്ങളിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് ബിന്നി. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സമയങ്ങളിലാണെങ്കിൽ ഉറപ്പായിട്ടും അത് ബിഗ് ബോസ് എടുത്ത് കാണിച്ചേനെ. ബിന്നി പറയുന്നത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂബിൻ വന്നിട്ട് പോയതിൽ പിന്നെയാണ് 16 ലക്ഷം രൂപയുടെ കണക്കൊക്കെ പറയുന്നത്. കൂടുതലും ഇത് വെളിയിൽ ചർച്ചയായ കാര്യങ്ങളാണ്. അത് ബിഗ് ബോസ് ഹൗസിനകത്തൊക്കെ പോയതിന് ശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വെളിയിൽ ഇത് ചർച്ചയാവുന്നത്. അത് 10 എന്ന് പറയുന്നവരുണ്ടായിരുന്നു, 12 എന്ന് പറയുന്നവരുണ്ടായിരുന്നു, 16 എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അനുമോൾക്ക് ഇങ്ങനെ PR ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ അവിടെ എല്ലാവർക്കും PR ഉണ്ട്. അതിൽ ഷാനവാസ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഇന്ന് എപ്പിസോഡിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, അനുമോള് എന്നോട് ഈ ബീൻ ബാഗിൽ ഇരുന്നു കൊണ്ട് എന്നോട് സംസാരിച്ചിരുന്നു PR വർക്കിനെ കുറിച്ച് എന്ന്. അവിടെ അനുമോള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെ കാണാൻ PR വർക്കേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ചാനലുകാർ വന്നിട്ടുണ്ട്. ഞാൻ ആ ചാനലുകാരുടെ ഒന്നും പേര് പറയുന്നില്ല, പക്ഷെ ഞാൻ അവർക്കൊന്നും കൊടുത്തിട്ടില്ല എന്നും അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കുറച്ച് കട്ടിങ്സ് മാത്രമേ, ഈ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന കട്ടിങ്സ് ആരും വെളിവിടുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇറങ്ങുന്നത് എന്നെ വന്ന് ചാനലുകാർ വന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗത്തിൽ വെച്ച് കട്ട് ചെയ്യുകയാണ്. പക്ഷെ അതിന്റെ ബാലൻസ് കൂടെ ആ ഇട്ടവർ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ആ ലൈവ് ഞാൻ കണ്ടതാണ്. അവിടെ അനുമോൾക്ക് പറ്റിയ ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, അനുമോൾ പറയുന്നുണ്ട്, എന്റെ വീട്ടിനടുത്തുള്ള ഒരു പയ്യൻ കിരണിന് ഞാനാണെങ്കിൽ എന്റെ ID ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇപ്പൊ എന്റെ ഒരു സുഹൃത്താണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും സുഹൃത്തിന് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കട്ടിങ്സ് ആയിട്ട് നമ്മൾ ഇടുമല്ലോ. സാബുമോന്റെയും ലക്ഷ്മിയുടെയും എല്ലാവരുടെയും, ഈ പറഞ്ഞ ബിന്നിയുടെ ഭർത്താവ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടായിരിക്കാം. അത് ഉദ്ദേശിച്ചാണ് അവിടെ അനുമോള് പറഞ്ഞത്. ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്റെ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാം ഞാൻ അവിടെ ലോഗിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ കട്ടിങ്സ് ഒക്കെ ഇടാനാണ്. അത് എല്ലാ സീസണിലും എല്ലാവരും ചെയ്യുന്നതാണ്. അതിനെ ഒരു PR വർക്കായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതേ ഇതിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ഷാനവാസിനോട് അവിടെ ഇരുന്നുകൊണ്ട്. അന്ന് നടന്ന ലൈവാണ് കേട്ടോ ഞാൻ പറയുന്നത്. മുന്നേ നടന്ന ലൈവിന്റെ കാര്യമാണ്. അവിടെ ഇന്ന് എപ്പിസോഡിൽ ഈ ഷാനവാസ് പറയുന്നുണ്ട് ആദിലയോട്, അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അന്ന് ഷാനവാസിനോട് അനുമോള് പറഞ്ഞത്, അവന് കുറച്ച് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്നുവെച്ചാൽ എന്റെ അക്കൗണ്ട് ഒക്കെ നോക്കുന്നതല്ലേ, അപ്പൊ ഇനിയും പോകുമ്പോൾ കുറച്ച് പൈസ കൂടെ കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇത്രയും രൂപ കൊടുത്തിട്ട് വന്നെന്നോ ഞാൻ ഇത്രയും രൂപ കൊടുക്കാൻ പോകുന്നോ ഞാൻ കേട്ടില്ല. ഓക്കെ, അഡ്വാൻസ് കുറച്ച് പൈസ അവന് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും ചെയ്യിക്കും. ഇപ്പൊ ഓസിന് ആരും ചെയ്യത്തില്ല. ഇപ്പൊ കൂട്ടുകാരാണെങ്കിൽ അത്രയ്ക്ക് അല്ലെങ്കിൽ നല്ല കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അവർ ചെയ്യും. എന്നാലും പൈസ ഒക്കെ കൊടുക്കും. ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും പോകുമ്പോഴത്തേക്ക്, നീ ചുമ്മാ വർക്ക് ചെയ്യണ്ട, ഞാൻ കുറച്ച് പൈസ തരാമെന്ന് പറയാം. അല്ലെങ്കിൽ ചേട്ടനോ അനിയന്മാരോ ചേച്ചിമാരോ വീട്ടിലുള്ളവർക്കോ ഇതൊക്കെ ഇതിനെപ്പറ്റി നല്ലൊരു ജ്ഞാനമുള്ളവരാണെങ്കിൽ ഒരിക്കലും പൈസയും കൊടുക്കേണ്ടി വരത്തില്ല. പക്ഷെ അനുമോളുടെ വീട്ടിലെ ബാക്കിയുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി അമ്മയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഓക്കെ, ചേച്ചിയെല്ലാം നമ്മൾ കണ്ടതാണ്. അവര് ഈ ലൈവ് ഇടും അല്ലെങ്കിൽ സംസാരിക്കുമെന്നുള്ളതല്ലാതെ അവർക്ക് ഇതിന്റെ കട്ടിങ്സ് എടുത്തിടാനോ അല്ലെങ്കിൽ അതിനെ പാട്ട് കയറ്റിയിടാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് സെറ്റ് ചെയ്തിടാനോ ഒന്നും അറിയത്തില്ലായിരിക്കാം. ഈ അറിയുന്ന പയ്യനായിരിക്കാം ഇത്. ഉറപ്പായിട്ടും അവന് എന്തെങ്കിലും എമൗണ്ട് കൊടുക്കേണ്ടി വരും.
അതിനെയാണ് ഷാനവാസ് ഇന്ന് PR എന്ന് പറഞ്ഞ കേട്ടത്. ഷാനവാസിനെ തെറ്റിദ്ധാരണയാണത്. ഷാനവാസിന്റെയും എടുത്തിടുന്നുണ്ടല്ലോ എല്ലാവരും. അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഇങ്ങനെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരുടെയും കട്ടിങ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെ പ്രധാന ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട്, അല്ലെങ്കിൽ അവരൊരാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറഞ്ഞാലും അത് പോസിറ്റീവ് ആക്കിക്കൊണ്ട് എടുത്ത് റീൽസ് ആയിട്ടൊക്കെ ഇട്ടിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി ആയിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ. അതൊരു PR വർക്കായിട്ട് നമുക്ക് എന്തായാലും ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല. PR വർക്കായിട്ട് കൂട്ടുവാണെങ്കിൽ കൂട്ടാം, അതിന് PR വർക്കായിട്ട് തന്നെ കൂട്ടുന്നെങ്കിൽ നോ പ്രോബ്ലം. അല്ലെങ്കിൽ അതൊരു വലിയൊരു തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അതുപോലെ തന്നെ ഈ PR വർക്കേഴ്സ് ഇല്ലാത്ത ആരാണ് അവിടെ ഉള്ളത്? ബിന്നി ആ പറഞ്ഞ കാര്യം പച്ച കള്ളത്തരമാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ബിന്നിയുടെ പഴയ സ്വഭാവങ്ങൾ നോക്കിയാൽ മതി, പുറകോട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. ബിന്നി 1-നെ 2 ആക്കും, 2-നെ 4 ആക്കും, അങ്ങനെയുള്ള ഒരാളാണ്. ബിന്നിയുടെ മാത്രം അങ്ങനെ പറയാനുള്ള ഒരു സ്നേഹം ബിന്നിയും അനുമോളും തമ്മിൽ ആ സാഹചര്യത്തിലൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. ആദിലയും നൂറയും അനുമോളും ഇരുന്ന് സംസാരിക്കുമ്പോൾ ബിന്നിയാണ് അങ്ങോട്ട് പോയിരുന്നിട്ട് ഇവരോട് സംസാരിക്കാറെല്ലാം പതിവ്. പക്ഷെ ബിന്നിയോട് ഇങ്ങനെ തുറന്നു പറയാനുള്ള ഒരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ അത്ര ആത്മാർത്ഥ ബന്ധമോ ഒന്നും ഇവർ തമ്മിൽ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ബിന്നിയുടെ കള്ളത്തരമാണ് ഞാൻ പറയുന്നത്, ബിന്നിയുടെ കള്ളത്തരം പൊളിക്കുന്നത്. അങ്ങനെ ഒരാളോട് ഒരിക്കലും അനുമോള് പറയത്തില്ല. അനുമോൾ അത് എടുത്ത് പറയുന്നുണ്ട്, എടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് അത് പറഞ്ഞതെന്ന്. ഉടനെ ബിന്നി അടക്കുന്നത് ബബ്ബ അടിക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ബിന്നി പറയുന്നത് എന്താണ്, അത് ടാസ്ക് അല്ലേ, ടാസ്കിൽ എങ്ങനെ പറഞ്ഞതാണെന്ന്. എന്തായാലും ഇതാണ് എനിക്ക് അനുമോളുടെ PR-നെ കുറിച്ച് പറയാനുള്ളത്. അനുമോൾക്ക് മാത്രമല്ല, അവിടെ എല്ലാവർക്കും PR ഉണ്ട്. ഇതിനാണ് ഈ അനുമോളുടെ മാത്രം ദേഹത്തോട് കയറുന്നത്. അനുമോൾക്ക് കുറച്ച് സപ്പോർട്ട് കൂടുതലുള്ളതുകൊണ്ടാണോ? ഈ PR ഉണ്ടെങ്കിൽ തന്നെ അവിടെ സപ്പോർട്ട് ഇത്രയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. എത്ര PR വെച്ച് കളിച്ചെന്ന് പറഞ്ഞാലും ഇത്രയും സപ്പോർട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അനുമോൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ PR ഇല്ലാത്തവർ അനുമോളെ കല്ലെറിയട്ടെ എന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്ക് എല്ലാം PR ഉണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ PR ഉണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നുവെച്ചാൽ അനുമോൾ ഉദ്ദേശിച്ചതും ഈ PR-നെയാണ്. എന്നുവെച്ചാൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾക്ക് കൊടുക്കുന്നു, അവർക്ക് പൈസ കൊടുക്കണം. എന്തായാലും അവർ വർക്ക് ചെയ്യുന്നതല്ലേ, അവർ നിൽക്കുന്നിടത്തോളം കാലം ആ വീഡിയോ കട്ട് ചെയ്ത് ഇടുന്നതും എല്ലാം ആ പുള്ളി ആയിരിക്കാം. അപ്പൊ ആ പുള്ളിക്ക് പൈസ കൊടുക്കണം, എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ. അത്ര വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ കൊടുത്തിട്ട് പോയത്, അക്കൗണ്ട് തന്നെ. അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ 16 ലക്ഷം കൊടുത്തിട്ടാ വന്നത്, ഞാൻ 20 ലക്ഷം കൊടുത്തിട്ടാ വന്നത് എന്നൊന്നും അനുമോളെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ ഒരു ലൈവിലും കണ്ടിട്ടില്ല. ഓക്കെ, അതിരിക്കട്ടെ. ഇന്നത്തെ ടാസ്ക് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അടിപൊളിയായിരുന്നു. ഡാൻസ് മാരത്തോൺ എനിക്ക് എടുത്തു പറയത്തക്ക നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ട് എനിക്ക് തോന്നിയവരാണ് കേട്ടോ. ആര്യൻ, ഷാനവാസ്, അനുമോള്, അതുപോലെ തന്നെ സാബുമാൻ. പൊളിയായിരുന്നു ഇവർ 4 പേരും, ഒന്നിനൊന്ന് മെച്ചം. ലാലേട്ടനായിട്ട് സത്യം പറഞ്ഞാല് ജീവിക്കുമായിരുന്നു ആ ഷാനവാസ്. ലാലേട്ടന്റെ അത്രയും ഒക്കത്തില്ല. ഇപ്പൊ ലാലേട്ടനെ പോലെ തന്നെ അവിടെ ചെയ്യാനൊന്നും ആർക്കും പറ്റത്തില്ല. പക്ഷെ 50% ഒരു 40% ഒത്തിട്ടുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ അതുപോലെ എല്ലാ പാട്ട് വരുമ്പോൾ ലാലേട്ടന്റെ സിനിമയിലെ പാട്ടുകൾ പ്രത്യേകിച്ച് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ആക്ഷനും കാര്യങ്ങളും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഷാനവാസിന്റെ അതുപോലെ തന്നെ അനുമോള് കാവ്യമാധവനായിട്ട് അങ്ങ് തകർക്കുമായിരുന്നു. ചില സമയത്ത് നമ്മൾ ചില ആംഗിളിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു അത് കാവ്യമാധവനാണോ എന്ന് തോന്നുന്ന രീതിയിലൊക്കെയാണ്. എന്തായാലും ആ ടാസ്ക് പൊളിച്ചടിക്കുന്ന തന്നെ പറയാം, അടിപൊളിയായിരുന്നു. അതുപോലെ സാബുമാൻ, ഒന്നും പറയാനില്ല, പട്ടണത്തിൽ ഭൂതം തന്നെയായിരുന്നു. ആ ഭൂതം എന്തൊക്കെ കാണിക്കുമോ അതെല്ലാം കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ആക്ഷനും സംസാരവും ആ ഒരു ക്യാരക്ടറിൽ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. സംസാരം എല്ലാം ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാം രസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആര്യൻ, ഒന്നും പറയാനില്ല, മായാമോഹിനി തന്നെ. എന്നിട്ട് ആ പാട്ടൊക്കെ അടിപൊളി, ആ പാട്ടിനനുസരിച്ചൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചത്. എനിക്കൊന്നും മായാമോഹിനി സിനിമയൊന്നും കണ്ടു കാണാൻ ചാൻസ് ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആക്ട് ആയേനെ. എന്നാലും ആര്യനും പൊളിച്ചടിക്കുക, ആര്യനും അതേ ക്യാരക്ടർ പിടിച്ച് തന്നെ സംസാരിക്കുന്നതെല്ലാം എനിക്ക് നല്ല ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരാളുടെ നൂറ കാർത്തുമ്പി ആയിട്ട് നൂറയും കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഒരു കാർത്തുമ്പി ആണെന്നുള്ളത്. എന്ന് വെച്ചാൽ ഇട്ടേക്കുന്ന ഡ്രസ്സും അതുപോലെ തന്നെ ആക്ഷനും കാര്യങ്ങളും എല്ലാം നല്ല ചേരുന്നുണ്ട്. നൂറ ഇവർക്കെല്ലാം അതുപോലെ നൂറയുടെ ഡാൻസ് എല്ലാം നല്ലതായിരുന്നു. ഇവരെ പ്രത്യേകം നമുക്ക് എടുത്തു പറയണം. പക്ഷെ അതിനകത്ത് എനിക്ക് മൈനസ് ആയിട്ട് തോന്നിയത് അനീഷിനെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നാൻ കാര്യം, ഈ ടാസ്കിൽ നെഗറ്റീവായിട്ട് തോന്നാൻ കാര്യം, ഒരു ജോക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. ജോക്കർ ഇങ്ങനെ പാട്ട് വരുമ്പോഴും ഡാൻസ് വരുമ്പോഴും അല്ല അതിനകത്ത് അനുസരിച്ച് ഡാൻസ് കളിക്കുകയും അവിടെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. കോമാളിത്തരം എന്ന് വെച്ചാൽ ജോക്കർ എന്ന് പറയുന്ന ആ ഒരു സർക്കസ് കൂടാരത്തിലെ ഒരു ജോക്കറെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പോലും അവിടെ ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ട് നിർത്തിയാൽ എങ്ങനെ ഇരിക്കും? എന്ത് വന്നാലും അവിടെ ഒന്നും അനങ്ങാതെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാട്ട് വരുമ്പോഴായിക്കോട്ടെ അല്ലാത്തപ്പോഴായിക്കോട്ടെ അനീഷിന്റെ അതേ സ്വഭാവം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ എനിക്ക് അതേ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റൊരാളെ നിങ്ങൾക്ക് തോന്നിക്കാണും. ബിന്നി ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് അനീഷ് പറയുന്നുണ്ട് ലക്ഷ്മിയോട് ഒന്ന് കട്ട് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ കയറി കണ്ടോളൂ. അവിടെ കട്ട് ചെയ്ത് തരുമ്പോൾ ആ കിച്ചണില് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ വിട്ട് കിച്ചണിൽ ഞങ്ങൾ എന്തോ സംഭവമാണ് എന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന ബിന്നി മാറി.
അതുപോലെ അനീഷിനെ ഒരു ഡയലോഗ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ലക്ഷ്മിയുടെ അടുത്തുനിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്. അനീഷുമായിട്ട് ലക്ഷ്മി കൂടുമ്പോൾ ബിന്നി ഭയങ്കര ബുദ്ധി പഠിച്ച ആളാണ്. കാരണം എന്താന്ന് വെച്ചാൽ ലക്ഷ്മി അവിടുന്ന് അനീഷുമായിട്ട് സംസാരിക്കുമ്പോൾ സ്ക്രീൻ സ്പേസ് ആർക്കാണ് വരുന്നത്? ലക്ഷ്മിക്കും അനീഷിനും. അത് കൃത്യമായിട്ട് നൂബിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ആർക്കൊക്കെയാണ് സ്ക്രീൻ സ്പേസ് എന്നുള്ളത്. അത് തകർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബിന്നി ആ ക്യാരക്ടർ വിട്ടിട്ട് ഇവിടുന്ന് പൊക്കെ ഇവിടെ കിച്ചണിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് ആപ്പിൾ കൊണ്ടു തന്നത് ജോക്കറാണ് കൊണ്ടു തന്നത്, അപ്പൊ ഞാനിത് പീസായി കൊടുക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അവിടെ നിന്നുകൊണ്ട് തന്നെ അനീഷിനെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അവിടുന്ന് മാറ്റിക്കളയാൻ ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് മാറ്റിക്കളയാനുള്ള അടവുകളൊക്കെ അവിടെ ബിന്നി നോക്കുന്നതായിട്ട് എനിക്ക് തോന്നി. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോട്ട്സ്റ്റാറിൽ കയറി ഒന്നും കൂടെ ആ ഭാഗം കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കിയ ബിന്നി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അസൂയയും കുശുമ്പും ഉള്ള ഒരാളാണ്. അതുപോലെ തമ്മിലടിപ്പിക്കും. ഇത്രയും ദിവസം കണ്ട ബിന്നി ഞാനൊരു ഡോക്ടറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഡോക്ടറിൻ്റെതായ ഒരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഡോക്ടർ ആയിരിക്കാം, പക്ഷെ ഇനി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ ആ ഡോക്ടർ എന്നുള്ളൊരു പവറുള്ള ഒരാള് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഇപ്പം ബിന്നിയെ എല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, ടോട്ടലി നെഗറ്റീവാണ്. കാരണം ബിന്നിയുടെ ഈ സ്വഭാവം തന്നെയാണ്. ബിന്നിയുടെ സ്വഭാവം വല്ലാത്തൊരു സ്വഭാവം, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ബിന്നിയുടെ സ്വഭാവം. വെച്ചാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അവിടെയും പോയി ഇവിടെയും പോയി പറയുക, കാണാത്തത് പറയുക, എന്നിട്ട് ഒരു ചെറിയ വിഷയത്തെയൊക്കെ വലിയൊരു പൊലിപ്പിച്ച് കൊണ്ടുപോവുക. ഡോക്ടർ ബിന്നിക്ക് പറ്റിയതാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെയാണ് മറ്റൊരു വിഷയം, നമ്മുടെ അനീഷിന്റെ സ്റ്റോർ റൂമിലെ പോക്ക്. അത് ഇന്ന് എല്ലാവരും ചോദ്യം ചെയ്തു. അതെനിക്ക് വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ എന്ത് വന്നാലും ഉറക്കത്തിൽ കിടന്നാലും ആ സ്റ്റോർ റൂമിലെ ബെല്ല് കേട്ടാ ഉടനെ അനീഷ് ഇറങ്ങി ഓടും. അനീഷിന് അതിന്റെ ആവശ്യമില്ല. അവിടുന്ന് കൃത്യമായിട്ടാണ് ആദിലയുടെ നിലപാട് പറയുന്നത്. ആദില പറയുന്നുണ്ട് ചേട്ടൻ വേണേ പൊയ്ക്കോ, പക്ഷേ അവിടുന്ന് കൊണ്ടുവരുന്ന ആ ഒരു പേപ്പർ ഈ പറയുന്ന എന്നെ കൊണ്ട് വായിപ്പിക്കണം, ഞാൻ ക്യാപ്റ്റൻ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ഉടനെ അനീഷ് അവരുടെ കൊച്ചു പിള്ളേരെ പോലെ ഞാൻ പോവും എന്ന് പറയുക. എന്നിട്ട് ഞാൻ പോയിട്ട് അത് കൊണ്ടുവരുമ്പോൾ ക്യാപ്റ്റന് ശ്രദ്ധയ്ക്കെന്ന് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ക്യാപ്റ്റന്റെ അടുത്ത് വന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു കൊച്ചു പിള്ളേരെ പോലെ അടം പിടിക്കുന്ന സ്വഭാവം, അതൊന്നും എല്ലാവർക്കും എപ്പോഴും ദഹിച്ചെന്ന് വരത്തില്ല. അതിനുശേഷം അവിടെ ഉള്ള വീട്ടുകാരെല്ലാം എതിരായി പോവും. അനീഷിന്റെ ആ ഒരു ഇത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവർ പറഞ്ഞുണ്ട് ക്യാപ്റ്റൻ പൊയ്ക്കോ, സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുമ്പോൾ എവിടെ ആയിരുന്നാലും ക്യാപ്റ്റൻ പോയി എടുത്തോളൂ, ആർക്കും ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പോയി എടുക്കിന്, അനീഷിനെ കൊണ്ട് എടുപ്പിക്കത്തില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ പോയി എടുത്ത് ഒരു വഴക്കുണ്ടാക്കേണ്ടി വരും. അതാണ് ആദില അവിടെ പറഞ്ഞതും അതിനു വേണ്ടിയാണ്. അപ്പൊ അക്ബർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, ക്യാപ്റ്റൻ തന്നെ പോയി എടുക്കുക, ക്യാപ്റ്റൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇനി വേറെ ആരും എടുക്കാൻ പോകണ്ട എന്ന് പറയുന്നുണ്ട്. അനീഷിന് അത് ദഹിച്ചിട്ടില്ല. പക്ഷെ അനീഷിന്റെ അങ്ങനത്തെ ഒരു പിടിവാശി സ്വഭാവം ഒന്നും നമുക്ക് ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ആദ്യമൊക്കെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് സൂഹിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അത് പോകെ നമുക്ക് ഇറിറ്റേറ്റ് ആയിട്ട് തുടങ്ങി. അനീഷ് ബാക്കിയുള്ളവരൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പിസോഡിലാണ് കാണുന്നത് കേട്ടോ ഈ ഭാഗം. അപ്പൊ എപ്പിസോഡിൽ കണ്ടപ്പോൾ നമുക്ക് കട്ട് ചെയ്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ലൈവിൽ എന്തുമായിരിക്കും നടന്നത്? ലൈവില് അനീഷിന്റെ സ്വഭാവം വെച്ചിട്ട് അനീഷ് ഒരുപാട് നേരം ഇതിനെക്കുറിച്ച് തർക്കിച്ചിരിക്കാം. പിന്നെ കൂടുതലും അവിടെ സംസാരം നടന്നത് PR വർക്കിനെ കുറിച്ചുള്ളതായിരുന്നു. എല്ലാവരും അവിടെ ഓരോ കോണിൽ പോയിരുന്നുകൊണ്ട് അനുമോൾക്ക് PR ഉള്ളതുകൊണ്ടാണ് അനുമോൾ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ അനുമോൾക്ക് എന്താണ് ഗെയിം? നിവിൻ ചോദിച്ചു നോക്കിട്ടോ, അനുമോൾക്ക് എന്താണ് ഗെയിം എന്നുള്ളത് നിങ്ങൾ വെളിയിൽ വന്നിരുന്ന് കാണണം. നിങ്ങൾ കാണിച്ചതാണോ അനുമോൾ കാണിച്ചത് എന്നുള്ളത്. എന്ന് വെച്ചാൽ അനുമോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്നതെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം വിചാരം ഇപ്പോഴും അനുമോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല, അനുമോൾ PR വർക്കിന്റെ മേളിലാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു ടോക്ക് അവിടെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. അനുമോള് എന്താണ് ചെയ്യുന്നതെന്നും അതുപോലെ അനുമോളോട് ഇവരെല്ലാരും കൂടെ എന്താണ് ചെയ്തതെന്നും അനുമോൾക്ക് എന്താണ് ഇത്രയും കൂടുതൽ സപ്പോർട്ട് കയറാൻ കാര്യം എന്നുള്ളതും ഇവരൊക്കെ വെളിയിൽ വന്നിരുന്ന് ഈ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും. ആദ്യം മുതലുള്ള എപ്പിസോഡുകൾ കാണുമ്പോൾ. അല്ലാതെ ഒരു PR വർക്കിന്റെ ബലത്തിൽ മാത്രമൊന്നും അല്ല അനുമോള് അവിടെ പിടിച്ചു നിൽക്കുന്നത്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ആ ഒരു ഡാൻസ് മാരത്തോൺ, അതിനകത്ത് അനുമോള് തകർത്തടിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ, തകർത്ത് കളഞ്ഞു. അതുപോലെ പറഞ്ഞ ഷാനവാസ്, അനുമോള്, നൂറ, ആര്യൻ, ഇതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ, ഇന്നത്തെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞവരെയൊക്കെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ആദിലയുടെ വേഷമൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. ആദില ഒന്നും ആ ക്യാരക്ടറിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ബിന്നി ഒന്നും വരുന്നേ ഇല്ല ആ ക്യാരക്ടറിലേക്ക്. അതുപോലെ തന്നെ ലക്ഷ്മി ആ ക്യാരക്ടറും ഡാൻസ് ഒക്കെ നല്ലതായിരുന്നു. ലക്ഷ്മിയുടെ ഡാൻസ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ ആ ക്യാരക്ടർ വേസ് അങ്ങോട്ട് ഒത്തില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ഡാൻസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അക്ബർ അവിടെ മിന്നൽ മുരളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോ നാളെ ആയിരിക്കാം അതിന്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും അക്ബറും ഇന്ന് ഫെയിലിയർ ആയിരുന്നു ആ ഒരു ഇന്നത്തെ ടാസ്ക് ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ.
ഇതൊക്കെ ഉള്ളൂ ഇന്ന് നടന്നത്. എന്തായാലും PR വർക്കേഴ്സിന്റെ ചർച്ചകൾ ഇനി പുരോഗമിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് ബിഗ് ബോസ് കൊടുത്ത ഒരു 7ന്റെ 8ന്റെ ഒക്കെ പണിയായിട്ട് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ഇനിയിപ്പം ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്താലും പറയും അനുമോൾ അവിടെ പിടിച്ചു നിൽക്കുന്നത് ഈ പറയുന്ന PR വർക്കിന്റെ ബലത്തിലാണ് എന്നുള്ളത്. പക്ഷെ അവിടെ ഉള്ളവർക്ക് എല്ലാം PR ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വെളിയിൽ നിൽക്കുന്നത് നമുക്കറിയാം. അല്ലാതെ ഇവരാരും പുണ്യാളന്മാരൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അനുമോൾ ഉദ്ദേശിച്ച PR എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് അനുമോൾ ഉദ്ദേശിക്കുന്ന PR എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ ഒരു പൊട്ടി ആയതുകൊണ്ട് ഞാൻ അനുമോളെ പൊട്ടി എന്ന് വിളിക്കും. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു സാഹചര്യത്തിൽ അവിടെ 16 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് ബിന്നി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കപ്പടിക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പറയാൻ ഇഷ്ടം പോലെ മറുപടി ഉണ്ടായിരുന്നു. നിനക്ക് എങ്ങനെ അത് മനസ്സിലായി? ഞാൻ എപ്പോഴാണ് നിന്റെ അടുത്ത് പറഞ്ഞേ? നിന്റെ കെട്ടിയവൻ ന്യൂബി വന്നതിന് ശേഷമല്ലേ നീ ഇത് പറഞ്ഞത്? അപ്പൊ ആ പുള്ളി അല്ലയോ ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം നിനക്ക് പറഞ്ഞു തന്നത്? വെളിയിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം എന്ന് പറഞ്ഞ് അതിനെ കൗണ്ടർ ചെയ്യായിരുന്നു. ഈസി ആയിട്ട് കൗണ്ടർ ചെയ്യായിരുന്നു. പക്ഷെ അനുമോൾ അങ്ങനെയല്ല, ഒരു പൊട്ടിയാ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമോ? അതൊരു ഞാൻ കണ്ടിടത്തോളം അനുമോൾ ഒരു ഡ്രാമയോ ഒരു ഫേക്കോ ഒന്നുമല്ല. അനുമോളുടെ ക്യാരക്ടർ ഇതാണ്. അനുമോൾ ഇതുവരെ ഫേക്ക് കളിച്ചിട്ടില്ല, അത് ഞാൻ പറയാം. അനുമോൾ അവിടെ ഒരു ഫേക്ക് ഗെയിമും കളിച്ചിട്ടില്ല. അനുമോൾ റിയൽ ഇതാണ് എന്ന് വെച്ചാൽ മനസ്സിലൊന്നും ഇരിക്കത്തില്ല, തുറന്നങ്ങ് പറയും. അത് നമ്മളെ ഈ സ്റ്റാർ മാജിക് കാണുമ്പോഴാണെങ്കിലും നമുക്ക് കണ്ടവർക്കറിയാം. പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അനുമോൾ ഇങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും പൊട്ടത്തരമാണ് കാണിച്ചത്. അവിടെ പിന്നെ അതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. പക്ഷെ അനുമോള് മാത്രമൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള PR ഒക്കെ കൊടുക്കുന്ന എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ്. കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയാണല്ലോ കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് അവർ ഇഷ്ടപ്പെടുന്നവർ വന്ന് ലൈക്ക് അടിക്കുകയും അതുപോലെ ഇഷ്ടപ്പെട്ട് വരികയൊക്കെ ചെയ്യും. അതിനെയാണ് ഈ PR വർക്ക് എന്ന് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ PR വർക്കേഴ്സ് അല്ലെങ്കിൽ PR ഏറ്റെടുക്കുന്നവർ ഒരിക്കലും വോട്ട് ചെയ്യാൻ ഇത്ര വലിയ വോട്ടൊന്നും കയറ്റി വിടാനൊന്നും പറ്റത്തില്ല. പിന്നെ ബോട്ടൗട്ടുകൾ കയറ്റാം. ബോട്ടൗട്ടുകളൊക്കെ കയറണമെങ്കിൽ എത്രയോ ലക്ഷം രൂപകളൊക്കെ വേറെ കൊടുക്കണം. അതൊന്നും ഇവിടെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ല ചൈനയെന്നോ വല്ല വേറെ ഇടത്ത് നിന്നൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ളതാണെങ്കിൽ തന്നെ അതൊക്കെ കളയാനുള്ള സൗകര്യം ഹോട്ട്സ്റ്റാറിനുണ്ട് എന്നാണ് നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ ബോട്ടൗട്ടുകളൊക്കെ കളയാനുള്ള സൗകര്യമൊക്കെ അവർക്കുണ്ട്. എന്നാലും ബോട്ടൗട്ടുകളൊന്നും കയറ്റിയൊന്നും ആർക്കും ജയിക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ PRകൾക്ക് ഇങ്ങനെ വോട്ടൊക്കെ ഇങ്ങനെ സംഭരിച്ച് ഒരുപാടും കൊടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അവരെ ബൂസ്റ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയകളിലൊക്കെ അവരെ വലിയൊരു താരമാക്കി ചിത്രീകരിക്കാം. ഒരു ഗെയിമും കളിക്കാത്തവരെയൊക്കെ വലിയ താരങ്ങളാക്കിയൊക്കെ വലിയ സംഭവമാക്കിയൊക്കെ ചെറിയ കട്ടീസ് ഒക്കെ എടുത്തിട്ട് വലിയ സംഭവമാക്കി മാറ്റാനൊക്കെ പറ്റും. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇതിനകത്ത്. പ്രത്യേകിച്ച് ഇപ്പം ഇതൊക്കെ വലിയ പെരുപ്പിച്ച് ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല PR എന്നുള്ളത്. നമുക്ക് ആദ്യം മുതലേ അറിയാം. ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ PR വർക്കേഴ്സ് ഉള്ളത്. അതെല്ലാവർക്കും ഉണ്ട്. ഇനി വരുന്ന സീസണുകളിലും ഇതിൽ കൂടുതൽ മാരകമായിരിക്കും. അല്ലാതെ PR എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ സംഭവമായിട്ടൊന്നും കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ PRകൾക്ക് ഞാൻ നേരത്തെ ഒക്കെ പറയുന്ന പോലെ PRകൾക്ക് പണിയെടുക്കണമെങ്കിൽ അകത്തിരിക്കുന്ന ആൾ പണിയെടുത്താലല്ലേ വെളിയിരിക്കുന്ന ആൾക്ക് ഇവരൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അകത്തിരിക്കുന്നവര് മാക്സിമം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വെളിയിലുള്ളവരൊന്നും ഉറങ്ങത്തേ ഉള്ളൂ. അപ്പൊ എന്തായാലും സാവുമോനും ലക്ഷ്മിയും ബിന്നിയും ഒക്കെ അവിടെ നിപ്പുണ്ട്. അവരുടെ PR വർക്കേഴ്സിന്റെ കളികൾ ഇനി എന്താണെന്നുള്ളത് നമുക്ക് ഈ ആഴ്ച എവിക്ഷനിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ആർക്കാ ഉള്ളതെന്നുള്ളത്. അപ്പൊ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.